ഹലോ, വെൽക്കം ബാക്ക്. ഐഷാസ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്തെന്നുള്ള ഫോട്ടോസാണ്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ഈ ക്രാഫ്റ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ പേര് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ. അപ്പം ഞാൻ മാക്സിമം എല്ലാവരുടെ ഫോട്ടോസും ആഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരുടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ പറ്റിയിട്ട് പറയാം. എന്നൊരു ക്രാഫ്റ്റാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഗ്ലൂ ഗണ്ണിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു എക്സ്പ്ലനേഷൻ തന്ന ശേഷം നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിലേക്ക് പോവാം കേട്ടോ. ഈ ഗ്ലൂ ഗൺ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂ ഗണ്ണിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ കൊടുക്കാതെ ഇതിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള ഗ്ലൂ ഗണ്ണ്. ഇതിപ്പോൾ ചെറിയ ഗ്ലൂ ഗണ്ണാണ്. അതുപോലെ തന്നെ വലിയ ഗ്ലൂ ഗണ്ണൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നമുക്കിപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഈ ഒരു ഗ്ലൂ ഗൺ തന്നെ ധാരാളമാണ്. പിന്നെ 250 രൂപ മുതൽ, നാട്ടിലാണെങ്കിൽ 250 രൂപ മുതൽ ഒരു 1000 രൂപേൻ്റെ ഇടയ്ക്കൊക്കെ വരുന്ന പല ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഗ്ലൂ ഗണ്ണ്. അപ്പം ഞാനിപ്പോൾ ഇത് 20 ദിറംസിന് ഇവിടെ ലുലുന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ഗ്ലൂ ഗണ്ണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ഗ്ലൂ ഗണ്ണ് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഇതുപോലത്തെ ഗ്ലൂ സ്റ്റിക്കും നമ്മൾ വാങ്ങിക്കണം. അത് വേറൊരു പാക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഓരോ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു സൈസ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഗ്ലൂ സ്റ്റിക്ക് കൂടി വാങ്ങിക്കട്ടോ. അല്ലാണ്ട് ഗ്ലൂ ഗണ്ണ് ചെറുതും ഗ്ലൂ സ്റ്റിക്ക് വലുതും അങ്ങനെ വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണും ഗ്ലൂ സ്റ്റിക്കും. അപ്പോൾ ഇതുപോലെ ഇതിന് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. എൻ്റെ ഗ്ലൂ ഗണ്ണിന് ഇതുപോലെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിലൂടെ ഹോട്ട് ഗ്ലൂ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ഗ്ലൂ ഗണ്ണ്. നമ്മളുടെ ഏതൊരു ക്രാഫ്റ്റും പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ മെയിൻ പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയില്ലേ, അപ്പോഴാണ് നമ്മളുടെ ഈ ഹോട്ട് ഗ്ലൂ ഇതിലേക്ക് വരാൻ തുടങ്ങുക. അതായത് ഇനി ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ വരും. ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ പച്ച ലൈറ്റ് കത്തിയ ശേഷം ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഹോട്ടായിട്ടുള്ള ഗ്ലൂ പുറത്തേക്ക് വരും. 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓണാക്കി 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് വരും. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കും വേണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടി കിട്ടില്ല. പിന്നെ ഒട്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റിക്കായി വരും ചെയ്യും. പിന്നെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പം കയ്യിലാവാതെ നോക്കുക. അതായത് ചൂടുള്ള ഗ്ലൂ ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കയ്യിലാവുമ്പം ചെറുതായിട്ടൊരു ചൂടുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വല്ലാണ്ട് പൊള്ളൽ അങ്ങനെയൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് ചൂടുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കയ്യിലായാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പോവും. ഇപ്പോൾ കണ്ടോ എൻ്റെ കയ്യിലായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ കയ്യിലിങ്ങനെ ആക്കിയാൽ തന്നെ പോവും. നമ്മൾ ഫെവി ഗ്ലൂ ഒക്കെ നമ്മൾ കയ്യിലായിട്ടുണ്ടെങ്കിൽ പോവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത്രയൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ പെട്ടെന്ന് ഒട്ടിയിട്ടുണ്ട്. ഹോട്ടായിട്ടുള്ള ഗ്ലൂ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടി കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ ഈ ഗ്ലൂ ഗൺ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫോട്ടോ ഫ്രെയിം എങ്ങനെയാണ് കാർഡ്ബോർഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. സൈസ് ഒന്നും നോക്കണ്ട, ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന്. ഒരു വലിയൊരു സൈസുള്ള കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒരേ സെയിം സൈസിൽ 2 കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഫോട്ടോ ഫ്രെയിം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിന് പകരം A4 ഷീറ്റ് പേപ്പർ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ A4 ഷീറ്റ് പേപ്പർ പകുതിയായിട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ കാർഡ്ബോർഡിൻ്റെ മിഡിൽ പോർഷനായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങളടുത്ത് ഉള്ള ഫോട്ടോയുടെ സൈസ് നോക്കിയിട്ട് വേണം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോയുടെ സൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ഇഞ്ച് പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസാണ് കേട്ടോ. അതായത് നമുക്ക് എത്ര വീതിയിലാണ് ഫ്രെയിം വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് 3 ഇഞ്ചിൽ കൂടുതൽ വേണമെങ്കിൽ 5 ഇഞ്ചൊക്കെ വേണമെങ്കിൽ വീതി വേണമെങ്കിൽ അപ്പോൾ 5 ഇഞ്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 ഇഞ്ചിലാണ് ഫ്രെയിം ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ലൈൻ ചെയ്യുന്നത്. അതിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്തേക്ക് ഒരു ഇഞ്ച് ഒന്നുകൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഫോട്ടോയുടെ സൈസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ വെക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഫിറ്റായി കിടക്കില്ല. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് ലൈൻ ചെയ്തിട്ട് അവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. എന്നാലേ ആ ഫോട്ടോയുടെ സൈഡൊക്കെ അതിൻ്റെ അകത്തേക്ക് ഫിറ്റായി കിടക്കുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെയാണ് കട്ട് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ മറ്റേത് ഫോട്ടോയുടെ സൈസാണ്. അപ്പോൾ അവിടെ കട്ട് ചെയ്യരുത്, ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഫ്രെയിമായിട്ട് പുറമേയും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നൈഫാണ് എടുക്കുന്നത്. ഇതുപോലത്തെ നൈഫ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സാധാ കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് കത്തി യൂസ് ചെയ്താൽ മതി. ഈ ഒരു ഫ്രെയിം നമുക്ക് റെഡിയാക്കി എടുക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 30 മിനിറ്റിനകത്ത് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നും, പക്ഷെ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോയുടെ സൈസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഇത് പുറമേ നമ്മുടെ ഫ്രെയിമും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ A4 ഷീറ്റ് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈസ് കുറച്ച് വലുപ്പം കൂടുതലാണെന്ന് തോന്നുന്നു. ശരിക്കുള്ള ഫോട്ടോ ഇത്രയും വലുപ്പം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫോട്ടോ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇപ്പോൾ കുറച്ചൊന്ന് വീതി കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ A4 ഷീറ്റ് പേപ്പറിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഫോട്ടോയുടെ സൈസ് അനുസരിച്ച് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും വലുപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് പകരം നിങ്ങളിപ്പം ബ്രൗൺ കളർ ടേപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പുറത്തേക്ക് പെട്ടെന്ന് കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വൈറ്റ് മാസ്കിംഗ് ടേപ്പ് തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത്. നമുക്കിതിൻ്റെ മുകളിൽ വേറൊരു ക്രാഫ്റ്റ് ചെയ്യാണ്ട്, അപ്പോൾ നമ്മൾ വേറെ കളറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വൈറ്റ് കളറിലുള്ള ടേപ്പ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഇതുപോലെ ടേപ്പ് കൊണ്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൻ്റെ സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. എന്നാലും നമുക്ക് ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫ്രെയിം പോലെ തോന്നുള്ളൂ. അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ സൈഡൊക്കെ കണ്ടാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സൈഡും അകത്തൊക്കെ മാക്സിമം നന്നായിട്ട് തന്നെ ഇതുപോലെ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഒരു പെയിൻറ്റിങ് മുമ്പ് ഐഷാസ് കിച്ചണിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓയിൽ പാസ്റ്റൽസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഫ്രെയിം ചെയ്തത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ഫ്രെയിം ചെയ്തതെന്ന്. ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്, പക്ഷേ ഈ ഒരു മെത്തേഡ് അല്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഫോട്ടോ ഫ്രെയിമിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ പെയിൻറ്റിങ് എന്തെങ്കിലും ഫ്രെയിം ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും വീതിയിൽ ഫ്രെയിം എടുക്കണ്ടെന്നുള്ളൂ, കുറച്ചൊരു തിന്നാക്കിയിട്ട് എടുക്കുക ഫ്രെയിം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ നമുക്ക് തന്നെ അധികം ഒരു ചിലവില്ലാതെ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡും അതുപോലെ തന്നെ അകത്തൊക്കെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഈ വൈറ്റ് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു കാർഡ്ബോർഡും കൂടി വെട്ടിയെടുത്തല്ലോ. അപ്പോൾ അതിന് ഈ ഫ്രെയിം ആ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഫോട്ടോയുടെ സൈസ് ഒന്നുകൂടെ അതിലൊന്ന് നമ്മളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 ഇഞ്ചാണ് ലൈൻ ചെയ്തിട്ട് നമ്മൾ അതാണ് കട്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് പുറത്തേക്ക് 1 ഇഞ്ച്, ഈ ഫോട്ടോയുടെ സൈസിൻ്റെ പുറത്തേക്ക് 1 ഇഞ്ച് നമ്മൾ ലൈൻ ചെയ്തിട്ട് അവിടെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാനുള്ള കാർഡ്ബോർഡാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫോട്ടോയുടെ സൈസിനേക്കാളും സൈസ് കൂടുതലുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരുപാട് സൈസ് വേണ്ട, 1 ഇഞ്ചൊക്കെ കൂടുതൽ ഉള്ളതാണ് വേണ്ടത് നമുക്ക്.
അപ്പോൾ കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം. അപ്പോൾ ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ കണ്ടോ, ആ ഒരു ഫോട്ടോയുടെ സൈസിനേക്കാളും കുറച്ചുകൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് ഈ ഒരു ഫ്രെയിമിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ടേപ്പ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇറക്കി വെക്കണമല്ലോ ഇതിൻ്റെ അകത്തേക്ക്, ഈ ഒരു ഗ്യാപ്പിലൂടെ. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോട്ടോയുടെ സൈസും കണ്ടോ, ആ ഒരു കാർഡ്ബോർഡിൻ്റെ സൈസും കണ്ടോ, കുറച്ചൊരു ലെങ്ത് കൂടുതലാണ് കാർഡ്ബോർഡ് സൈസ്. അത്ര മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ഞാനിത് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇതുപോലെ ഫോട്ടോ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയുടെ സൈസ് ചിലപ്പം നമുക്ക് ഫോട്ടോ ഇറക്കി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കൊള്ളുന്നുണ്ടാവില്ല അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ആ ഒരു സൈസ് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അത് ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അതായത് ഈ കാർഡ്ബോർഡിൻ്റെ ഒരു അറ്റത്ത് മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് മുഴുവനായിട്ട് കാർഡ്ബോർഡ് മൊത്തമായിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 2 സൈഡിൽ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ, ബാക്കി 2 സൈഡിൽ ഞാൻ ഒട്ടിക്കുന്നില്ല. ഇനി ആ ഒരു സ്റ്റിക്കർ നമ്മൾ മാറ്റാം. എന്നിട്ട് നമുക്ക് ആ സ്റ്റിക്കർ മറ്റേ വശത്ത് ഒട്ടിച്ചു കൊടുക്കാറുണ്ട്, അതുകൊണ്ട് ആ സ്റ്റിക്കർ കളയണ്ട കേട്ടോ. എന്നിട്ട് ഇത് തിരിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച ശേഷം മറുവശത്ത് ഈ സ്റ്റിക്കർ തിരിച്ചൊട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ 2 വശവും സ്റ്റിക്കായി പോവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കാർഡ്ബോർഡ്. അപ്പോൾ അത് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ആ സ്റ്റിക്കർ ഊരിയത് ഇവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡെക്കറേഷനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം വരിക. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് നമുക്ക് ഇറക്കി വെക്കാനുള്ളത്. ഇതിപ്പോൾ A4 ഷീറ്റ് പേപ്പറാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഫോട്ടോ ആണ് എന്നെങ്കിൽ ഇതുപോലെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് ഇറക്കി വെക്കാനുള്ളത്. ഇനി ഞാൻ ഈ ഒരു ഫോട്ടോ ഫ്രെയിം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ബീച്ചിലൊക്കെ നമുക്ക് കാണുന്ന സീഷെൽസ് ആണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഉമ്മൽ ക്വീൻ ബീച്ചിൽ പോയപ്പം അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. പക്ഷേ ഇത്രയും മനോഹരമായിട്ട് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കണ്ടപ്പോൾ ഞാൻ എടുത്തെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഷെൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ആവശ്യം വരും എന്നുള്ളത്. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാൻ സാധാ ഗ്ലൂ ഒന്നും പോരാ, ഇതുപോലത്തെ ഗ്ലൂ ഗൺ തന്നെ വേണ്ടി വരും. ഞാനിപ്പോൾ ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരേപോലത്തെ ഷെൽസ് പല സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഷെൽസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വേറെ കളർ ചെയ്യേണ്ടൊന്നും ആവശ്യം വരുന്നില്ല. ആ ഒരു ഷെല്ലിൻ്റെ ഭംഗി തന്നെ ഉണ്ടാവും ഈ ഒരു ഫ്രെയിമിൽ. പിന്നെ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതായത് ഞാനിപ്പോൾ ഈ ഗ്ലൂ, ഹോട്ടായിട്ടുള്ള ഗ്ലൂ ഈ ഷെല്ലുമലാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് നേരിട്ട് ഈ ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അല്ലാണ്ട് നമ്മൾ ഫ്രെയിമിൽ ഈ ഹോട്ട് ഗ്ലൂ തേച്ച ശേഷം ഷെല്ല് അതിന് മുകളിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഹോട്ട് ഗ്ലൂ ആണ്, പെട്ടെന്ന് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റിക്കായി കിട്ടില്ല. ഇപ്പോൾ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നമുക്ക് അടുത്ത ഗ്ലൂ സ്റ്റിക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. എന്നാലേ അകത്തുനിന്ന് നന്നായിട്ട് നമുക്ക് ഗ്ലൂ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ മാക്സിമം ഗ്ലൂ വരുന്ന വരെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് മറ്റേത് വെച്ച് കൊടുക്കാം ബാക്ക് സൈഡിൽ. അപ്പോൾ ഇനി വേറൊരു ഗ്ലൂ സ്റ്റിക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഗ്ലൂ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇനി ഇത് വെച്ച് കൊടുത്താലേ അതുകൊണ്ട് പുറത്തേക്ക് വരുള്ളൂ. ഒരു ഏകദേശം അവിടെ കംപ്ലീറ്റ് ആയി എന്ന് കണ്ടാൽ പിന്നെ ഗ്ലൂ പുറത്തേക്ക് വരില്ല. ഇപ്പോൾ വരാൻ തുടങ്ങി, കണ്ടോ. നമ്മൾ ഇപ്പോൾ പുതിയതായിട്ടൊന്ന് വെച്ച് കൊടുത്തപ്പോൾ വീണ്ടും വന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കളർഫുൾ ആക്കാനുണ്ടത്. അപ്പോൾ ഷെല്ലൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു പണിയും കൂടിയുണ്ട്. ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇത് മുത്തുമാലയാണ്, സാധാ മുത്തുമാലയാണ്. അപ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളത് എടുക്കുക. വൈറ്റ് എടുക്കുന്നതിന് പകരം നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കളേഴ്സ് എടുത്തിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഷെല്ല് ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെ ഈ ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നു കേട്ടോ.
പിന്നെ പല സൈസിലുള്ള, അതായത് ചെറുതും വലുതൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഇത് എൻ്റെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കാൻ കാരണം നമ്മളിപ്പോൾ ഈ ഷെല്ല് വെച്ച ശേഷം ഒരുപാട് ഗ്യാപ്പ് വരുന്നില്ലേ, അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്യാപ്പ് ഒന്നും ഒട്ടും ഇല്ലാതെ നിങ്ങൾ ഷെല്ല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഫോട്ടോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോട്ടോ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോ ഇല്ല, വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ, ഫോട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ വെച്ചെടുക്കുക, എന്നാലേ ആ ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഫോട്ടോ ഫ്രെയിം അല്ല എന്ന് ആരും പറയില്ല. ഇതിപ്പോൾ നമ്മൾ കാർഡ്ബോർഡും അതുപോലെ തന്നെ ബീച്ചിലൊക്കെ പോയാൽ കിട്ടുന്ന സീഷെൽസും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിമാണ്. വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾ ഇതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ചുമരിൽ ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ, വാളിൽ ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്ത് വെക്കാം, പുറകിൽ ഒരു ഹുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കണം. ഈ ഒരു വീഡിയോ പറ്റിയുള്ള എല്ലാവരുടെയും സജഷൻസൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.